പ്രസവ സംബന്ധമായിട്ട് പല അസുഖങ്ങളും വരാറുണ്ട് അല്ലേ? പ്രസവ സംബന്ധമായിട്ട് ചിലർക്ക് പ്രമേഹം വരും അല്ലേ? പ്രമേഹമുള്ള ആളാവില്ല, പക്ഷേ പിന്നെ ഗർഭിണിയായിരിക്കുമ്പോൾ ലാസ്റ്റ് മാസങ്ങളിൽ നോക്കുമ്പോൾ പ്രമേഹം ഉണ്ടായിരിക്കും. അത് പലപ്പോഴും പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡിയാവും ചെയ്യും. ചിലർക്ക് പ്രസവ സമയത്ത് വെരിക്കോസിറ്റി വരും അല്ലേ? കാലുകളിൽ ഞരമ്പ് പൊന്തുന്ന പ്രശ്നം കണ്ടില്ലേ? വെരിക്കോസസ് വരും. ചിലർക്ക് ബ്ലഡ് പ്രഷർ വരും. ചിലർക്ക് തൈറോയിഡ് വരും. ഇതൊക്കെ ഈ ഗർഭസമയത്ത് ഉണ്ടാവുന്ന അസുഖങ്ങൾ പലപ്പോഴും ഭാവിയിലേക്കുള്ള സൂചനയാണ്. മനസ്സിലായോ? ഗർഭസമയത്ത് നമുക്ക് തൈറോയിഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഭാവിയിൽ നമുക്കത് വി ആർ പ്രോൺ ടു തൈറോയിഡ്, നമുക്ക് തൈറോയിഡ് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് ശരീരം കാണിച്ചു തരികയാണ്. ഗർഭസമയത്ത് പ്രമേഹം ഉണ്ടെങ്കിൽ അവർക്ക് ഭാവിയിൽ പ്രമേഹം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എന്താക്കണം? നമ്മുടെ ഗർഭസമയത്ത് വരുന്ന ലേബർ സമയത്ത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രഗ്നൻസി പീരിയഡിൽ സമയത്ത് സംഭവിക്കുന്ന അസുഖങ്ങളെല്ലാം പ്രഗ്നൻസി കഴിയുന്നതോടുകൂടി മാറാറുണ്ട്, തൈറോയിഡായാലും പ്രമേയായാലും. പക്ഷേ എന്ത് ചെയ്യണം? പിന്നീട് അവർ അത് വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അത്തരത്തിലുള്ളൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഗർഭസമയത്ത് പ്രമേയം ഉണ്ടായി, ആ സമയത്ത് ഞാൻ മധുരം ഫുള്ള് കുറച്ചു. ഗർഭം കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പ്രമേയം മാറി. അതിൻ്റെ അർത്ഥം ഞാൻ ഇനി പ്രമേയം ഒരിക്കലും വരില്ല എന്നല്ല. ഐ എം പ്രോൺ ടു ഡയബറ്റീസ്. അപ്പം ഞാൻ ഭാവിയിൽ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ രീതിയിൽ എൻ്റെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതിൻ്റെ ഒരു സൂചനയാണത്.